ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്യൂബ് റൂട്ട് ഓഫ് 9261 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 62742241 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 89. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ സാധാരണയിൽ നിങ്ങൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് 62742241. അയ്യോ, അത് എനിക്ക് ചെയ്യാൻ അറിയില്ല, എങ്കിൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയേക്കാം, സ്കിപ്പ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് സാധാരണഗതിയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ലേ പതിവ്? അതായത് നമുക്ക് അറിയാവുന്ന മെത്തേഡിൽ ഒരു ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുന്നു, ബാക്കിയുള്ള ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഇത്രയും വലിയ ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാമോ? അല്ലെങ്കിൽ ആരും മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അയ്യോ എങ്കിൽ പിന്നെ ഇത് അറിയില്ല, എങ്കിൽ ഒഴിവാക്കിയേക്കാം. ആകെ നമുക്ക് പറ്റുന്നത് ഒരു ക്യൂബ് റൂട്ട് ഓഫ് 9261 ക്യൂബ് റൂട്ട് എത്രയാണ്? 21 കിട്ടും. അതായത് 1 വന്നാൽ 1 വരും, 3 ഡിജിറ്റ് മാറ്റി 9ൻ്റെ ഉള്ളിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എത്രയായിരുന്നു? 2 വരും. 2ൻ്റെ ക്യൂബ് 8, അപ്പോൾ 21 കിട്ടും. അപ്പം ഇവിടെ ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കും? അപ്പോൾ അത് പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാണ്ട് ചെയ്യുന്ന ഈ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയല്ലോ, ആ ഒരു ഐഡിയ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി, കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. എന്ത് കിട്ടുമെന്ന് ഒരു ക്യൂബ് റൂട്ട് ഓഫ് 1 എടുക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 1 എടുത്താൽ ഏതെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 1ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 തന്നെ കിട്ടും. ഇൻറ്റു നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഏതൊരു നമ്പർ, നമ്മളിവിടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ 1 വന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്തൊക്കെ വരാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടുമെന്ന് അറിയാൻ നമ്മൾ എന്തിൻ്റെയൊക്കെ സ്ക്വയർ എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് 1 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 1ൻ്റെ സ്ക്വയർ എടുത്താലും 1 കിട്ടും. അതുപോലെ തന്നെ 9ൻ്റെ സ്ക്വയർ എടുത്താലും 1 കിട്ടും. 9ൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 81 അല്ലേ കിട്ടുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ? അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് 1ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരാം. എയ്തർ 1 ഓർ 9. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 ഉള്ള ആൻസർ കിട്ടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ഉള്ള ആൻസർ കിട്ടാം. ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും നമുക്ക് അയ്യോ ഇനി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ പിന്നെ ഉപേക്ഷിച്ചേക്കാം, അങ്ങനെ തോന്നിപ്പോകും. പക്ഷെ അങ്ങനെ ഉപേക്ഷിക്കരുത്. നമുക്ക് നോക്കാം ഇനി ക്വസ്റ്റ്യൻ എന്താണ്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അത് എയ്തർ ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 വരാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 വരാം. ഇതൊക്കെ നമ്മൾ ന്യൂമറിക്കൽ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി നോക്കാം. ഇവിടെ പ്ലസ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 89 അല്ലേ? ഞാൻ പ്ലസ് 89 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൻ്റെ ആൻസർ ആയിരിക്കണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആൻസർ ഓപ്ഷൻ. നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. 1 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. എങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 ഇൻറ്റു ലാസ്റ്റ് ഡിജിറ്റ് 1 ഓർ 9. ഇതിവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓപ്ഷൻ തന്നെ ചെയ്യുന്നു. ആദ്യം 1 ഇൻറ്റു 1 ചെയ്യുന്നു, പിന്നെ 1 ഇൻറ്റു 9 ചെയ്യുന്നു. 2 വെച്ച് ചെയ്ത് നോക്കുന്നു. ഏതാണ് ആൻസർ ഓപ്ഷൻ ഉള്ളത് നോക്കാം. നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 ഉള്ളതും ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 ഉള്ളതും. നമ്മൾ ആദ്യം ലാസ്റ്റ് ഡിജിറ്റ് 1 എടുക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കാം. 1 ഇൻറ്റു 1 വരും. 1 മൈനസ് 9. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 മൈനസ് ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വേഗം പറഞ്ഞ്. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 9 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 മൈനസ് 9 നമുക്ക് -8 കിട്ടും. പക്ഷേ -8 അല്ല നമുക്ക് കിട്ടേണ്ടത്. 10 മൈനസ് 8 എത്ര കിട്ടണം? 2 കിട്ടണം. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും നമ്മുടെ ആൻസർ. എങ്ങനെയായിരുന്നു? ഈ 1 എന്ന് പറഞ്ഞാൽ വെറും ഒരു 1 അല്ല, ഒരു 21 ആകാം, 31 ആകാം, 11 ആകാം, 41 ആകാം, അങ്ങനെ പല നമ്പർ ആകാം. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു 1 മൈനസ് 9 -8 എന്ന് വിചാരിച്ച് -8 എഴുതരുത്. മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. എന്തിൽ നിന്ന്? 10ൽ നിന്ന് ഈ നമ്പർ കുറച്ചിട്ട് പോസിറ്റീവ് നമ്പറിലേക്ക് എത്തിക്കണം. ഏതാണ് സിംഗിൾ ഡിജിറ്റ് പോസിറ്റീവ് ആവുന്നത് ആ രീതിയിലാക്കണം. ഇതൊരു 18 ആയിരുന്നെങ്കിൽ 20ൽ നിന്ന് കുറയ്ക്കണമായിരുന്നു. ഒരു 24 ആയിരുന്നെങ്കിൽ -24 ആയിരുന്നെങ്കിൽ 30 എന്ന് കുറയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ആൻസർ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. അപ്പം 1 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് കിട്ടും? 2 കിട്ടും. പക്ഷേ 2 മാത്രം ആയിരിക്കില്ല നമുക്ക് ആൻസർ ഓപ്ഷൻ വരേണ്ടത്. വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. എന്തായിരുന്നു? ഒരു 9 വന്നാലോ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് 9 വന്നാലുള്ള ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൾറെഡി ഒരു ലാസ്റ്റ് ഡിജിറ്റ് 1 ഉണ്ടായിരുന്നു. 1 ഇൻറ്റു 9. 1 ഇൻറ്റു ലാസ്റ്റ് ഡിജിറ്റ് 1 ഇൻറ്റു ലാസ്റ്റ് ഡിജിറ്റ് 9 ചെയ്താൽ എത്ര കിട്ടും? 1 ഇൻറ്റു 9. ഉറപ്പായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് എത്ര കിട്ടൂ? 9 കിട്ടുള്ളൂ. മൈനസ് വീണ്ടും ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 9. ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കണം? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. അപ്പം നമുക്ക് വീണ്ടും 2 ഓപ്ഷൻ കിട്ടി ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ. എൻ്റെ ആൻസർ ഒന്നുകിൽ ഒരു ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ശ്രദ്ധിക്കുക, എനിക്ക് 2 രീതിയിൽ ആൻസർ കിട്ടാം. ഏതൊക്കെ ഓപ്ഷൻ വരാം? ഒരു ലാസ്റ്റ് ഡിജിറ്റ് 2 ഉള്ള ആൻസർ വരാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ഉള്ള ആൻസർ വരാം. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്നു.
ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരുന്നു, 9 ആയിരുന്നു, ലാസ്റ്റ് ഡിജിറ്റ് 2 ഉള്ള ഒരു നമ്പർ ഉണ്ട്, ഇവിടെ 4 ആയിരുന്നു, 7 ആയിരുന്നു, ലാസ്റ്റ് ഡിജിറ്റ് 0 ഉള്ള ഓപ്ഷൻ ഒന്നുമില്ല. എങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ആൻസർ എത്രയായിരിക്കും? ഈ ഒരു 166252 ആയിരിക്കും. ഇത് തന്നെയായിരിക്കും ആൻസർ. കാരണം നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 0 ഉള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ഇത്രയും ടഫുള്ള ക്വസ്റ്റ്യൻ തന്നാൽ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ആൻസർ ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ ഇടുന്നവരെല്ലാം നമ്മൾ ചെയ്യാണ്ട് ചെയ്യുന്ന വെച്ചാൽ മനസ്സിലായി ഈ ഒരു മെത്തേഡൊക്കെ ഇങ്ങനത്തെയുള്ള മെത്തേഡൊക്കെ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓപ്ഷനുകൾ തരുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെ ഓപ്ഷൻ തരുള്ളൂ. നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ എന്തൊക്കെ മെത്തേഡിൽ ചെയ്ത് സമയം കളയുന്നത്. ഏതെങ്കിലും ട്രിക്കി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഓപ്ഷനുകളെ അവർ തരുള്ളൂ. അത് ഏത് മെത്തേഡ് ചെയ്യണം എന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനല്ല. ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മെത്തേഡ് ചെയ്യണമെന്ന് മനസ്സിലേക്ക് ഓടിയെത്തണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏത് മെത്തേഡ് ചെയ്യണം. ആദ്യം ഒരു മെത്തേഡ് ചെയ്തു, എന്നിട്ട് പകുതി വെച്ച് കളഞ്ഞിട്ട് വേറൊരു മെത്തേഡ് ചെയ്താൽ തീർന്നു. നമ്മൾ ആ എളുപ്പവഴി ചെയ്യുന്ന പരിപാടിയേ തീർന്നു. കാരണം എന്താ? നമ്മൾ ആൾറെഡി സമയം കുറേ കളഞ്ഞു. എങ്കിൽ പിന്നെ ഇത്ര എളുപ്പവഴി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ക്വസ്റ്റ്യൻ ഏത് മെത്തേഡ് ചെയ്താൽ കിട്ടും, പക്കയായിട്ട് ആൻസർ കിട്ടും, വേഗത്തിൽ കിട്ടും. അതിന് നമ്മൾ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓരോരോ മെത്തേഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിലേറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണോ, ഏത് ക്വസ്റ്റ്യൻ ആണോ ആവശ്യം, ആ രീതി ചെയ്ത് ശീലിക്കുക. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് മാത്രം ചെയ്താൽ മതി. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ജസ്റ്റ് യൂണിറ്റ് പ്ലേസ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഓപ്ഷൻ നോക്കിയാൽ മതി. എയ്തർ ഇവിടെ എവിടെയെങ്കിലും 0 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഡൗട്ട് ഉണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറെ മെത്തേഡ് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിൽ എളുപ്പമുള്ള വേറെ മെത്തേഡുകളുണ്ട്. തക്കാലം ഞാൻ യൂണിറ്റ് പ്ലേസിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് യൂണിറ്റ് പ്ലേസ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേറെ മെത്തേഡിലും ചെയ്യാൻ പറ്റും. ആ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. തക്കാലം നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നന്നായിട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.